ദൗർഭാഗ്യവശാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ തർക്കമുണ്ടാവാറുള്ളത് 2 മാസത്തിലാണ്. ഒന്ന് റമദാനിലും ഒന്ന് റബീഉൽ അവ്വലിലും. ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ തർക്കം ഉണ്ടാകുക 2 മാസമാണ്. ഒന്ന് റമദാൻ മാസത്തിൽ ആൾക്കാർക്ക് തോനെ കൂലി കിട്ടില്ല, അപ്പൊ ശൈത്താൻ എങ്ങനെയൊക്കെ മുടക്കും അത്. രണ്ടാമത്തത് റബീഉൽ അവ്വലാണ്. റബീഉൽ അവ്വൽ ആകണേന്റെ മുന്നേ ഒരു മുഹറം കൈനോട് കൂടെ തന്നെ ഇലക്ട്രിക് പോസ്റ്റ് നിറഞ്ഞിട്ടുണ്ടാവും നബിദിനം അനാചാരം, മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു. ഈ ഉമ്മത്തിൽ ഏറ്റവും തർക്കമുള്ള മാസമാണ് റബീഉൽ അവ്വൽ. ഇസ്ലാം ദീനിൽ 2 തരം ആൾക്കാരുണ്ട് എന്നാണ്. ഒന്ന് അന്വേഷകരും വേറൊന്ന് ആസ്വാദകരും. ഒന്ന് അന്വേഷിക്കുന്ന ആൾക്കാർ, വേറൊന്ന് ആസ്വദിക്കുന്ന ആൾക്കാർ. ചില ആൾക്കാർ ഇങ്ങനെ അന്വേഷിച്ച് നടക്കും, അല്ല നബിദിനം ആഘോഷിക്കാൻ പറ്റുമോ, അല്ല നബിദിനം ആഘോഷിക്കാൻ പറ്റുമോ, മരിച്ചോളം അന്വേഷിക്കും. ചില ആൾക്കാർ ആസ്വാദകരാണ്, ഒരു മരിക്കോളം റബീഉൽ അവ്വൽ ആയാൽ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പാടാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പൊ സദർ ഉസ്താദ് പറയും പാടിക്കോളി എന്നറിയും. അപ്പം അങ്ങോട്ട് കയറിയിട്ട് അങ്ങോട്ട് പാടും. അപ്പൊ ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാരുണ്ടാവും, ഓലെ കീശയിൽ പൈസ ഉണ്ടാവും, ഓലെ അത് കവറിലിട്ടിട്ടാണ് കൊടുക്കും. അങ്ങനെ ആസ്വദിക്കുന്നവരും അന്വേഷിക്കുന്നവരും. അന്വേഷിക്കുന്നവർ ഖിയാമത്ത് നാൾ 1-ാം തീയതി ഒരു അന്വേഷിച്ച് നടക്കലേ ഉണ്ടാവുള്ളൂ, പാടലുണ്ടാവില്ല. ആസ്വദിക്കുന്നവരാണ് പാടുക. നമ്മൾ അന്വേഷിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അന്വേഷകരാവരുത്, ആസ്വാദകരാവണം. പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞത് ആസ്വദിക്കാനുള്ളതാണ്. അതുകൊണ്ട് ആസ്വദിക്കണം. എന്ത് വേണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അമിതമായ താല്പര്യം, അമിതം എന്നതിന് പറയാൻ പറ്റൂല, അധികമായ താല്പര്യം. ആ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ്, അതാണ് ഈമാന്റെ ബേസ്. ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം ദീനിൽ നിന്ന് എന്തായാലും ഒന്ന് രാജിവെക്കുമെന്ന് ഖുറൈശികൾ ഉറപ്പിച്ച ദിവസമായിരുന്നു മിഅ്റാജിന്റെ പിറ്റേ ദിവസം. ഇന്നലെ രാത്രി ഉറങ്ങണോടത്താണ് നീച്ചിട്ട് മസ്ജിദുൽ ഹറാമിലേക്കും അവിടെ നിന്ന് 7 ആകാശങ്ങളിലേക്കും സഞ്ചരിച്ച് ബൈത്തുൽ മുഖദ്ദസിൽ പോയി അവിടെ നിന്ന് 7 ആകാശങ്ങൾ കയറി അള്ളാഹുവെ കണ്ട് അഭിമുഖ സംഭാഷണം നടത്തി. പോയ വഴിയിലൂടെ മടങ്ങി നേരം പുലർന്നപ്പോഴേക്ക് കിടന്നീന്ന് അതേ സ്ഥലത്ത് വന്ന് കടന്നു എന്ന് പറഞ്ഞു. ഈ വിവരം അറിഞ്ഞ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആകെ ഒരു ചോദ്യമാണ് ചോദിക്കാണ്ടായത്, ഇതിന്റെ നബി പറഞ്ഞതാണോ എന്ന് ചോദിച്ചു. പറഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, അബൂബക്കർ അതുകൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈമാന്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയിലുള്ള താല്പര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കുട്ടികളെ പഠിപ്പിക്കണം. നമ്മളിപ്പോൾ റബീഉൽ അവ്വൽ 12-നും കുട്ടികൾക്ക് പ്രസംഗം കൊടുക്കുന്നത് ഇന്റർനാഷണൽ വിഷയക്കാരം, മുഹമ്മദ് നബിയും ആധുനിക ലോകവും എന്നൊക്കെ കൊടുക്കുക. കുട്ടികൾക്ക് പറഞ്ഞെടുക്കേണ്ടത് കുട്ടിയായ നബി, ചെറിയ കുട്ടിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു, അത്ഭുതം, വളരെ വലിയ അത്ഭുതമാണ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുട്ടിക്കാലം. ആദ്യം ഉമ്മാന്റെ അടുത്തുനിന്ന് ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹാ മുലയൂട്ടാൻ വേണ്ടി കൊണ്ടുപോയി 2 കൊല്ലത്തിന്. 1 കൊല്ലം കഴിഞ്ഞ് ഒന്ന് തിരിച്ചു കാണിച്ചു കൊടുത്ത് കുറച്ച് ദിവസമൊക്കെ പേരയിൽ നിർത്തി, 2ാമതും കൊണ്ടുപോയി. 2ാം വർഷം തിരിച്ചു കൊടുക്കാൻ വേണ്ടി കൊടുന്നിട്ട് ചോദിച്ചു, ഞാൻ ഒന്നുകൂടി കൊണ്ടോട്ടെ എന്ന്. കരാറ് കഴിഞ്ഞു, കരാറ് 2 വർഷത്തിനുള്ളൂ, ശമ്പളവും കഴിഞ്ഞു. 3ാം കൊല്ലം കൊണ്ടുപോയി ശമ്പളമില്ലാതെ. 3ാം വർഷം കൊണ്ടുചെന്ന സമയത്താണ് നെഞ്ചു കീറിയ അത്ഭുത സംഭവം ഉണ്ടായത്. നെഞ്ചു കീറി ഹൃദയം പുറത്തെടുത്ത് കഴുകി വൃത്തിയാക്കി യഥാസ്ഥാനത്ത് മടക്കി വെച്ചു. കഥയല്ല, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ആ സർജറി കഴിഞ്ഞ സ്ഥലം നബി തങ്ങൾ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. തെളിവ് സഹിതാണ്. ആ ഓപ്പറേഷൻ കഴിഞ്ഞ ആ സ്ഥലം നബി എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്ന് സയ്യിദുനാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു 10 വർഷം നബി തങ്ങളോടൊപ്പം ഊണിലും മുറക്കിലും കഴിഞ്ഞുകൂടിയ ആളാണ് മഹാനായ സയ്യിദുനാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ ഒരിക്കൽ ഒരു ദുആ നടത്തി. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ടായിരുന്നു, മാലിക്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ എന്ന് പറയുന്നത്. ഉമ്മു സുലൈമിനെ 2ാമത് കല്യാണം കഴിച്ചു അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഭാര്യയെയും ഭർത്താവിനെയും കാണണമെങ്കിൽ
അബൂ ത്വൽഹയെയും ഉമ്മു സുലൈമിനെയും അബൂ സുലൈമിനെയും നോക്കണം എന്ന് മുത്തുനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ സദസ്സെന്ന് പോണില്ലല്ലോ, അത്യാവശ്യം മൂത്രയിക്കാൻ മുട്ടുന്നവരൊക്കെ പൊയ്ക്കോളി, അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ നിങ്ങളെ പിടിച്ചിരുത്തിയിട്ട് സ്വീപ്പാക്കണമെന്നില്ല. ഷുഗർ ഉള്ളവരെന്തായാലും പോയി മൂത്രയിച്ചൊക്കെ വന്നോളി, അതിനൊന്നും കുഴപ്പമില്ല. അതിനൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല. ഇവിടെ ഇരിക്കണവരും ഇങ്ങോട്ട് നോക്കണം എന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. മൂത്രയ്ക്ക് അത്യാവശ്യമുള്ളവർ പൊയ്ക്കോളി. ഇത് എന്തെങ്കിലും പറയാമെന്ന് വിചാരിച്ചിട്ട് പോകാതിരിക്കണ്ടെന്ന് ഞാൻ ഒന്നും പറയില്ല. ഉണ്ടാവും ഫോൺ വരുന്നവരും എടുത്തോളി, അതിനും ഞാൻ ഒന്നും പറയില്ല, അതിനൊന്നും പറയില്ല. പറയലും ഇങ്ങോട്ട് നോക്കിയില്ലെങ്കിൽ മാത്രമേ പറയുള്ളൂ, വേറെ ഒന്നിനും പറയില്ല. അപ്പം ഇങ്ങോട്ട് നോക്കി എന്താണെന്ന് വെച്ചാൽ നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ നോക്കാൻ പറയണത്. നോക്കാതെ നിങ്ങൾക്ക് ഇത് ഒരു കാര്യം ഇതാണ്ട് ഉള്ളിലേക്ക് കയറണ്ടേ, കയറണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് നോക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ മാലിക് എന്നവർ ചെറുപ്പത്തിൽ മരിച്ചു. അങ്ങനെ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയെ രണ്ടാമത് അബൂ ത്വൽഹ കല്യാണം കഴിക്കുകയാണ്. ഈ ഉമ്മു സുലൈമിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കുട്ടി മരിച്ചിട്ട് ഭർത്താവിനോട് ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞങ്ങാണ്ട് ആരെയും പറയാനേക്കാതെ അവസാനം ശാരീരിക ആവശ്യങ്ങൾക്കൊക്കെ സൗകര്യം ചെയ്തു കൊടുത്തിട്ട് അവസാനം പറഞ്ഞ് നബി തങ്ങളോട് ചെന്ന് പരാതി പറഞ്ഞ് ആ ആളാണ് അബൂ ത്വൽഹ. അവരുടെ ഭാര്യയാണ് ഉമ്മു സുലൈം. സ്വർഗാവകാശികളായ ഒരു ഭാര്യയെയും ഭർത്താവിനെയും കാണണമെങ്കിൽ അബൂ സുലൈമിനെയും ഉമ്മു സുലൈമിനെയും കാണണം എന്ന് നബി തങ്ങൾ പറയേണ്ടായിട്ടുണ്ട്. ആ ആൾക്കാരാണിത്. അവരുടെ മകനാണ്. അതിലെ ഭർത്താവ് അബൂ ത്വൽഹയാണ്. ഈ ഉമ്മു സുലൈം അവരുടെ ഭാര്യയായ ഉമ്മു സുലൈമിനെ ആദ്യം കെട്ടിയെന്നതാണ് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ മാലിക്. അതിലുണ്ടായ കുട്ടിയാണ് അനസ് റളിയല്ലാഹു അൻഹു. ഉമ്മാനെ രണ്ടാമത് കെട്ടിച്ചു. അങ്ങനെ അബൂ ത്വൽഹയുടെ കൂടെ ഉമ്മ പോവുകയാണ് ഉമ്മു സുലൈം. അപ്പോൾ ഒരു തർക്കമുണ്ടായി. അനസിനെ കൊണ്ടോണോ തറവാട്ടിങ്ങ് നിർത്തണം? തറവാട്ടുകാർ പറഞ്ഞു ഇവിടെ നിർത്തിയാൽ മതി എന്ന്. ഉമ്മാക്കും അബൂ ത്വൽഹയും കൊണ്ടോവും വേണം. അങ്ങനെ തർക്കമായി. തർക്കം തീർക്കാൻ അവസാനം ഒരു തീരുമാനം എടുത്തു. നബിന്റെ അടുത്ത് കൊണ്ടാക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ തറവാട്ടിലേക്ക് വേണമെങ്കിൽ ഓൽക്കും പോയി കാണാം, ഉമ്മാക്കും ആണെങ്കിൽ ഉമ്മാക്കും എളാപ്പാക്കും ആണെങ്കിൽ എളാപ്പാക്കും പോയി കാണാം. അങ്ങനെ തീരുമാനമായി. അങ്ങനെ അബൂ ത്വൽഹ എളാപ്പ അനസ് റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങൾ എടുത്ത് കൊടുത്തിട്ട് നബിന്റെ അടുത്ത് ആക്കിയിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ അനസുമോൻ ഇവിടെ നിന്നോട്ടെ, നിങ്ങൾ ഓന് വേണ്ടി ഒന്ന് ദ്വാരക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ തലമ്മ കയ്യച്ചിട്ട് ദ്വാരുന്നു. അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ മാലിഹി വ ഔലാദിഹി എന്ന് ദ്വാരുന്നു. 10 വർഷം നബി തങ്ങളോടൊപ്പം കഴിച്ചു കൂട്ടി. വളരെ ചെറിയ പ്രായത്തിൽ വന്നിട്ട് 10 കൊല്ലം. ഖദീജ ബീവി റളിയല്ലാഹു ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു തലയണയിൽ തലവെച്ച് ഇങ്ങോട്ട് കിടക്കുമ്പോൾ അതേ തലവണയിൽ തലവെച്ച് അങ്ങോട്ട് കിടക്കുന്ന പ്രായം മുതൽ, അത്രയും ചെറുപ്പം മുതൽ 10 കൊല്ലം നബിയോടൊപ്പം താമസിച്ചു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. തലയിലിങ്ങനെ കയ്യച്ചിട്ട് തോരുന്നു, അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ മാലിഹി വ ഔലാദിഹി. പടച്ചോനെ അനസിന് മുതലിലും മക്കളിലും ബറക്കത്ത് ചെയ്യണേ എന്ന് തോരുന്നു. മദീനയിൽ എല്ലാവരുടെയും ഈത്തപ്പനത്തോട്ടം വർഷത്തിൽ ഒരു തവണ കായ്ക്കുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടം കൊല്ലത്തിൽ 2 പ്രാവശ്യം കായ്ക്കും. മദീനയിൽ എല്ലാവരുടെയും ഈത്തപ്പനത്തോട്ടം കൊല്ലത്തിൽ 1 പ്രാവശ്യം കായ്ക്കുമ്പോ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടം കൊല്ലത്തിൽ 2 പ്രാവശ്യം കായ്ക്കുമായിരുന്നു. മുതലിലെ ബർക്കത്ത്, മക്കളിലെ ബർക്കത്ത് കേട്ടോ നിങ്ങൾക്ക്. അനസ് റളിയല്ലാഹു അൻഹുവിന് 100 ചില്ലാനം മക്കളുണ്ടായി എന്നും എല്ലാവരും ഖുർആൻ 30 കാണാതെ പഠിച്ച ഹാഫിളീങ്ങളായിരുന്നു എന്നുമാണ്. പോയി ചോദിച്ചപ്പോൾ പൂക്കാലം കൊടുക്കാന്നറിയില്ലേ? മരിക്കുമ്പോൾ ഒരു കലിമയല്ല നമുക്ക് എല്ലാവർക്കും ആഗ്രഹമല്ലേ? ഒരു കലിമ അതിന് മുണ്ടൂല. മരിക്കുമ്പോൾ ഒരു കലിമയല്ല നമുക്ക് എല്ലാവർക്കും ആഗ്രഹമല്ലേ? തലട്ടിയാൽ മതി, ഒച്ച ഉണ്ടാക്കണ്ട. ഉണ്ട്. അള്ളാഹു പരിപൂർണ ഈമാനോടുകൂടെ നമ്മളെല്ലാരും മൗത്താക്കി തരട്ടെ. എന്നാൽ മരിക്കുമ്പോൾ 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ ഒരാളുണ്ട്. ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ എന്ന സമസ്തയുടെ പ്രസിഡന്റ്. എന്തേ കാരണം? ചാപ്പനങ്ങാടി വാപ്പോലിയര ദിക്ർ ഹൽക്ക ജീവിതകാലം മുഴുവനും കൊണ്ടു നടന്ന ആളാണ്. തിങ്കളാഴ്ച രാത്രി ഇവിടെ പിന്നെ ചാപ്പനങ്ങാടി ദിക്ർ ഹൽക്ക ഉണ്ട് പറഞ്ഞു. ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് ചാപ്പനങ്ങാടി ഉസ്താദിന്റെ മുരീദായിരുന്നു. 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ്.
1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് നടക്കാൻ വേണ്ടി ജീവിതകാലം മുഴുവൻ നടന്നു. ചാപ്പനങ്ങാട് ദിക്റുകൾക്കുള്ള പള്ളിയിലൊക്കെ വാർഷികത്തിന് പോകും, പുതിയതായി സ്ഥാപിക്കാൻ വേണ്ടി പോകും, അതിൻ്റെ ദ്വാരക്കാൻ വേണ്ടി പോകും. മരണപ്പെടുന്നതിൻ്റെ മുമ്പ് മക്കളെയും പേരക്കുട്ടികളെയും വിളിച്ചിരുത്തി, എല്ലാരും വിളിച്ചിരുത്തിയിട്ട് ചാപ്പനങ്ങാട് ദിക്റുകൾക്കാണ് നടത്തി 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു മഹാനായ കോയക്കുട്ടി ഉസ്താദ്. അള്ളാഹു അവരുടെ ദറജ ഉയർത്തട്ടെ, അവരുടെ മദദ് ഫൈദാനിനെ അള്ളാഹു നമ്മളിലേക്കും വർഷിപ്പിച്ചു തരട്ടെ. കൂട്ടത്തിൽ ഓർമ്മ എന്നോ പറഞ്ഞതാണ്, ഒഴിവുണ്ടാകുമ്പോ ഒന്ന് പോയി ചൊല്ലിക്കൊളി. ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ പറയുന്നത് എന്താണോ അതാണ് മരിക്കുമ്പോൾ പറയാം, ഒരു തർക്കമില്ല. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്ന വാക്ക് ഏതാണോ ആ വാക്കായിരിക്കും മരിക്കുമ്പോൾ പറയുക. അതുകൊണ്ട് ഒഴിവുള്ളവരൊക്കെ ഒന്ന് പോയി പങ്കെടുത്താൽ നല്ലതാണ്. വെറും മൗലവിമാരുട്ടികൾക്കും മുക്രിക്കും ഖത്തീബിനും മാത്രമുള്ള പരിപാടിയാക്കി മാറ്റണ്ട. അങ്ങനെങ്കിലും അങ്ങനെ നടക്കട്ടെ, അത് വേറെ കാര്യം, നാട്ടിൻ്റെ ഒരു ഐശ്വര്യം തന്നെയാണ്. അങ്ങനെങ്കിലും അങ്ങനെ നടന്നോട്ടെ. എന്നാലും ഒരു ഒഴിവുള്ളവരൊക്കെ ഒന്ന് പോയിട്ട് കൂടിയാൽ, ഇനി ഒഴിവ് അതിനായിട്ട് ഉണ്ടാവുന്നില്ല കേട്ടോ, അത് ഉണ്ടാക്കലാണ്. അതിനായിട്ട് ഇപ്പോൾ ഒരു ഒഴിവ് നമുക്ക് കിട്ടലൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അപ്പൊ അനസ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഉണ്ടായെന്നാണ്. അത് മാത്രമല്ല, ഇഞ്ഞുണ്ട് 103 വയസ്സ് അനസ് റളിയല്ലാഹു അൻഹു ജീവിച്ചു എന്നാണ് ഒരു അഭിപ്രായം. വേറെ അഭിപ്രായത്തിൽ 110 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. വേറെ അഭിപ്രായത്തിൽ 120 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. മറ്റൊരു അഭിപ്രായത്തിൽ 130 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. പഴയകാലത്തെ ആലിമ്യങ്ങൾ വയത് പറയുമ്പോൾ 150 കൊല്ലം ജീവിച്ചു എന്ന് പറയാറുണ്ടായിരുന്നു അനസ് റളിയല്ലാഹു അൻഹു. സഹാബത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചത് സൽമാൻ അൽ ഫാരിസിയാണ്, 200 കൊല്ലം. അതിൻ്റെ നേരെ താഴെയുള്ള ആൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, 150 കൊല്ലം. 150ാമത്തെ വയസ്സിലും തലയിലെ ഒരു മുടി നരച്ചിട്ടില്ല. നബി തങ്ങൾ തലമ്മ കൈവച്ചതായിരുന്നു കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുകൊണ്ട് കയറാതെ ഈമാൻ കയറൂല. മുഹമ്മദ് നബി കയറാതെ ഈമാൻ കയറന്നില്ല, അങ്ങനെ വിചാരിക്കേ വേണ്ട. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറാതെ ഈമാൻ കയറൂല. അശ്റഖൽ ബദ്റു അലൈനാ فاختفت منه البدور مثل حسنك ما رأينا قط يا وجه سروري يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. മുഅ്മിനീങ്ങളെ, 130ാമത്തെ വയസ്സിൽ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കവിളിൽ ചുണി വീണിട്ടുണ്ടായിരുന്നില്ല. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കവിളത്ത് ചുളില്ല 130ാമത്തെ വയസ്സിലും. എന്താ കാരണം? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈകൊണ്ട് കവിളത്തൊന്ന് തലോടിയതായിരുന്നു കാരണം. മുഅ്മിനീങ്ങളെ, 150ാമത്തെ വയസ്സിലും അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കവിളിൽ ഇങ്ങനെ കൈവച്ചിട്ട് ആ കൈ ഇങ്ങനെ വാസനിച്ചു നോക്കിയാൽ റോസാപ്പൂവിന്റെ മണമുണ്ടായിരുന്നു. മുത്തുനബി ചെറുപ്പത്തിൽ ഉമ്മ വെച്ചതായിരുന്നു കാരണം. മുഹമ്മദ് നബി കയറാതെ ഈമാൻ കയറൂലട്ടോ. അങ്ങനെ ആഗ്രഹിക്കേ വേണ്ട. ആണുങ്ങളെ, പെണ്ണുങ്ങളെ, ചെറുപ്പക്കാരെ, കുട്ടികളെ. യുക്തിവാദത്തിന്റെ കാരണം മുഹമ്മദ് നബി ഇറങ്ങിയതാണ്. നിരീശ്വരവാദത്തിന്റെ കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽബിൽ ഇറങ്ങിയതാണ്. ലിബറലിസത്തിന്റെ കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽബിൽ ഇറങ്ങിയതാണ്. ബിദ്അത്തിന്റെ കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽബിൽ ഇറങ്ങുന്നതാണ്. ഈമാൻ കയറണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറണം, അല്ലാതെ കയറൂല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ് സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യമായി വിശ്വസിച്ച ആള്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, നബിയേ, നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയാക്കി നിയോഗിക്കുന്നതിൻ്റെയും 5 കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നബിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു.
ഖദീജാബിയുടെ ഈമാൻ മുഹമ്മദ് നബി കൽബിൽ കയറിയതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷാ ബീവിന്റെ ഈമാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽബിൽ കയറിയതായിരുന്നു. ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ മുഹമ്മദ് നബി കൽബിക്കണ് കയറിയതാണ്. ഒരു ദിവസം മുറ്റത്തുനിന്ന് രേഷം മണ്ണെടുത്തുങ്ങാണ്ട് ആ മണ്ണ് ഇങ്ങനെയാണ് മുത്തി. റിഫായി ഷെയ്ഖ് കണ്ട ആളുകൾ ചോദിച്ചു, അല്ലയോ ഷെയ്ഖ് റിഫായി, എന്താ മുറ്റത്തുനിന്ന് മണ്ണെടുത്താണ് മുത്തണെന്ന് ചോദിച്ചോ? പറഞ്ഞു, എടാ ചെങ്ങായ, മുറ്റത്തെ മണ്ണല്ല ഞാൻ മുത്തിയത്. നിങ്ങൾ ഇവിടുന്ന് എടുക്കണേ കണ്ടല്ലോ പറഞ്ഞു. അതിൽ പറഞ്ഞു, ഞാൻ ആ മുത്തിയ മണ്ണില്ലേ, ആ മണ്ണ് അതിൻ്റെ അപ്പുറത്തെ മണ്ണും അങ്ങനെ തൊട്ട് നിൽക്കണ മണ്ണല്ലേ, അത് അതിൻ്റെ അപ്പുറത്തെ മണ്ണുമ്മേ, അത് അതിൻ്റെ അപ്പുറത്തെ മണ്ണുമ്മേ, ഇതിൻ്റെ ഒരു തല മദീനത്തെ മണ്ണുമ്മ തട്ടിയിട്ടാണ് നിൽക്കണത്. മദീനത്തെ മണ്ണ് എൻ്റെ ഹബീബിൻ്റെ മേത്ത് തൊട്ട് നിൽക്കുകയാണ്. എൻ്റെ ഹബീബിൻ്റെ ശരീരത്തിൽ തട്ട് നിൽക്കുന്ന മണ്ണിൻ്റെ ഒരു തലക്കേ ഞാൻ മുത്തിയെന്ന് പറഞ്ഞു സയ്യിദുന റഈസുൽ ആശിഖീൻ സയ്യിദുന അഹ്മദ് അൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അതുകൊണ്ട് ഈമാൻ കാരണം മുഹമ്മദ് നബി കാരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പരിപൂർണ ഈമാനിനെ അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. മരിക്കുന്ന സമയത്ത് സമ്പൂർണമായ ഈമാനോടുകൂടെ മൗത്താവാൻ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ എല്ലാ ഉദ്ദേശങ്ങളെയും അള്ളാഹു വീട്ടിക്കൊടുക്കട്ടെ.